ഹായ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുഞ്ഞുവിൻ്റെ കുസൃതികളാട്ടോ. ഞാൻ എണീച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാലിൻ്റെ ചോട്ടിന്ന് മാറൂലേ, ഇങ്ങനെ കാലെ പറ്റി 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 കിടക്കും. കുഞ്ഞു ഡി എണീച്ച് വാ വാ വാ. അവൾക്ക് ഞാൻ രാവിലെ എണീച്ചിട്ട് തിന്നാനൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് അവളിങ്ങനെ എൻ്റെ പുറകെ അമ്മേ അമ്മേ വിളിച്ച് നടക്കുക. എന്ത് കൊടുത്താലും അവൾ തിന്നൂലേ, ഒക്കെ തിന്നാൻ ഭയങ്കര മടി. എടി ഇതൊക്കെ കുഞ്ഞു ഇവിടെ ഇവിടെ കുഞ്ഞു. എന്തോ കൊടുക്കാനായി വിചാരിച്ചിട്ട് ഓടി വന്നതാ. കണ്ടോ, ഇനി ഇങ്ങനെ കാലിൻ്റെ ചോട്ടിൽ പറ്റി കിടക്കും. കുഞ്ഞു എന്താണ്, വിശക്കുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? അവൾക്ക് പാല് കൊടുത്ത് അവളെ വയറിന് പറ്റൂലേ. പാല് കൊടുത്ത അപ്പം തന്നെ അവൾക്ക് ഒഴിച്ചില്ല. പിന്നെ അവൾ നടക്കുന്നതിലൊക്കെ ഒഴിച്ചിൽ വിളിച്ചിപ്പിച്ചുകൊണ്ട് നടക്കും. ഡേ കുഞ്ഞേ കുഞ്ഞേ. ഭയങ്കര അനുസരണയാണ്, വിളിച്ചാലൊക്കെ ഓടി വരും ഇവള്. അതുപോലെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവള് ഞങ്ങളുടെ കൂടെ താഴേക്ക് ഇറങ്ങുവേ. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആവും വീട്ടിലെത്താൻ. അതുവരെ ആ താഴത്തെ വീട്ടിൽ നിൽക്കും. എന്നിട്ട് എൻ്റെ കൂടെയാണ് കയറി വരിക. ഞാൻ വരുന്നതെന്ന് നോക്കി ആ വഴിയിൽ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ പോരുമ്പോൾ പോരും. അങ്ങനെയാണ് ഇവള്. അങ്ങനെയുള്ള എൻ്റെ സ്നേഹമുള്ള കുഞ്ഞാണിത്. എൻ്റെ കുഞ്ഞാണിത്. ഇത് ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ വന്ന് കൂടിയതാട്ടോ. കുഞ്ഞുമണി ഇത് വിറ്റോ വിറ്റോ വിറ്റോ. കുഞ്ഞു അവിടെ പൊന്നേ, അവിടെ പൊന്നേ. എവിടെ കുഞ്ഞെവിടെ? 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 ഭയങ്കര കുറുമ്പിയാണ് അവള്. കുറുമ്പിക്കുട്ടിയാണ്, കുറുമ്പിക്കുട്ടി. എടാ കടിക്കുന്നുണ്ടോ എന്ന് കടിക്കുന്ന അവളെ വിളിച്ചിട്ട് നമ്മൾ വിളി കേട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് തോണ്ടി വെക്കും. എന്നിട്ട് നമ്മൾ മൈൻഡാക്കിയില്ല നമ്മുടെ കാലിൽ വന്ന് കടിക്കും. അതാണ് അവളെ സ്വഭാവം. അപ്പോൾ ഭയങ്കര കുറുമ്പാണ് അവൾക്ക്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര രസമാണ്. ഇവളെ കൊഞ്ചിക്കുന്ന കേൾക്കുമ്പോൾ അമ്മൂന് ദേഷ്യം പിടിക്കും. അപ്പോൾ അമ്മു വഴക്കുണ്ടാക്കും. അമ്മൂനെ കൊഞ്ചിപ്പിക്കുമ്പോൾ ഇവള് വന്ന് മാന്തും. ഇല്ലേ ഇല്ല കുഞ്ഞു? ഞാൻ പോയി കൈ കഴുകട്ടെ. എനിക്ക് ഇത് ഓക്കുള്ള ചോറാ. അവൾ കഴിക്കുമോയെന്നറിയില്ല. അവളെ പാത്രമൊക്കെ അവൾ എവിടെയോ കൊണ്ടുപോയിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നുള്ളത് കൊണ്ട് മുറ്റമൊന്നും അടിച്ചു വാരിയിട്ടില്ല. മഴ പെയ്തിട്ട് മുറ്റമൊക്കെ പായൽ പിടിച്ച് കിടക്കുക. കഴിച്ചോ കുഞ്ഞോ? പൈപ്പിൽ വെള്ളം ഉണ്ടാക്കാൻ നോക്കാൻ ഇറങ്ങിയപ്പോഴേക്കുള്ള എൻ്റെ പുറകെ ചാടിപ്പോന്നേ. ഇനി മുറ്റത്ത് എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ അപ്പം അവൾ അതിൻ്റെ പുറകത്തുള്ളൂ. ഇപ്പം നോക്കോട്ടോ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ താത്താ പോകും. എന്തെങ്കിലും ഒരു പാറ്റയോ പ്രാണിയോ എന്തെങ്കിലും അനങ്ങുന്ന കണ്ടാൽ അപ്പം പോയിട്ട് അതിനെ തുള്ളിപ്പിടിക്കും. ഒരു പൂമ്പാറ്റയ്ക്കോ ഒന്നിനും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. തിന്മേൽ എവിടെയെങ്കിലും വന്നിരുന്ന് അത് ഓടിപ്പോയി അതിനെ പിടിച്ച്. കുഞ്ഞു വാ വാ ഓടി വാ വാ. എവിടെ എത്തി? എൻ്റെ കാലിൻ്റെ ചോട്ടിലെത്തി. കണ്ടോ, ഇങ്ങനെ. ഇതാണ് എൻ്റെ കുഞ്ഞു കുടു. ഇനി എൻ്റെ കാലിൽ കടന്ന് അവൾക്ക് ഗുസ്തി കളിക്കണതാ. കണ്ടോ, ഈ കളിയാണ്. നോക്കുക, ഞാൻ ഓളെ പറഞ്ഞതെന്നുണ്ടപ്പോൾ ഇങ്ങനെ അവൾക്ക് കാല് വെച്ച് കൊടുക്കണം, അവൾക്ക് കിടക്കാൻ. എന്നാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കാലിൻ്റെ മുകളിൽ അങ്ങനെ കടന്നോളൂ. നീ മാറിപ്പോ കുഞ്ഞു, നീക്കടി. അപ്പോൾ ഒന്നും കൂടെ കൊഞ്ചാണ് അവൾ. കൊഞ്ചൽ ഇച്ചിരി കൂടുതലാ. കുഞ്ഞു നീക്ക്
എണീക്കാൻ പറയുമ്പോൾ ഒന്നും കൂടെ കിടക്കുവേ കേട്ടോ. കുഞ്ഞൂച്ചേ കുഞ്ഞൂച്ചേ കുഞ്ഞൂച്ചേ. അയ്യോ ഒളിച്ച് കുട്ടി ഉറങ്ങി. നോക്ക് അവൾ ഉറങ്ങി. എന്ത് പെട്ടെന്ന് ഉറങ്ങിയെന്ന് നോക്കി. അയ്യോ കൂർക്ക വലിക്കുന്നു. കുഞ്ഞു മുഖമൊക്കെ പൊത്തി പിടിച്ചാൽ കിടക്കുന്നത്. നോക്കി നോക്ക് എന്തൊരു കള്ളത്തി. നോക്ക് കണ്ണ് ചെറുങ്ങനെ തുറന്ന് നോക്കുക അവള്. കുഞ്ഞോ വിളിക്കുമ്പോൾ കണ്ണ് കൂടുതൽ അടയ്ക്കുന്നത് നോക്കിയാ. കുഞ്ഞോ കുഞ്ഞോ എണീക്ക് എണീക്ക്. ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ. എണീക്ക്. എൻ്റെ കാലിന്ന് എണീക്കടി. എടി എണീക്കടി. കുഞ്ഞൂച്ചേ എണീക്കടി. എൻ്റെ കാലിന്ന് എണീക്കടി. എണീച്ചടി മുത്തേ. അവൻ്റെ പൊന്നെ എണീച്ചേ. കാലിന്ന് എണീച്ചേ കുഞ്ഞോ. അയ്യോടാ. പിന്നെ ഞാൻ മെല്ലെ കാല് വലിക്കട്ടെ. അവളവിടെ ചുരുണ്ട് കൊടുക്കണ്ടോ കാല് പോകുന്നതിനനുസരിച്ച്. അവിടെ കണ്ടോ. കാല് പോയി എന്ന് പറഞ്ഞപ്പോൾ തല പൊക്കി വെക്കുക. നീ അവിടെ കിടന്നാട്ടാ. ഞാൻ പോട്ടെ പോട്ടെ. നീ വരുന്നോ? ബാ ബാ ഞാൻ പോവാ. ബാ 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 ബാ. ബാ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴേക്ക് എഴുന്നേറ്റ് എൻ്റെ പുറകെ പോന്നു കണ്ടോ. ബാ നമുക്ക് വെള്ളം ഉണ്ടോ നോക്കാം. ബാ കുഞ്ഞോ. നീ വരുന്നോ? നമ്മ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ. വരുന്നോ? ഇല്ല കാലിൻ്റെ ചോട്ടിലെത്തി. ഇനി അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം പിടിക്കാൻ പോവാ. ബാ ഓടി അകത്ത് കയറിയിട്ടാ. ഇനി നിങ്ങൾക്കൊരു സൂത്രം കാട്ടിത്തരേ. നിങ്ങളുടെ അവിടെയൊക്കെ ആത്തച്ചക്ക ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതേടാ ഇതൊന്ന് അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചുണ്ട് കേട്ടോ. പക്ഷെ ഫോട്ടോയിൽ കാണൂല. ജലദോഷം പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇല്ല അവിടെ കണ്ടോ അവിടെ കണ്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ഉണ്ട്. ഉള്ളിലും അപ്പുറമൊക്കെ. പക്ഷെ ഇത് ചിലത് കേടായി പോകുന്നുണ്ട്. അങ്ങനെ വലുതായി വരുമ്പോഴേക്കും കരിഞ്ഞു പോവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഉപ്പേരിക്ക് വെച്ചിട്ടുണ്ട്. പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. പയറും ഒരു ബീട്രൂട്ടുണ്ട്. അപ്പോൾ പയറും ബീട്രൂട്ടും കൂടെ ഉപ്പേരി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഹായ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞിൻ്റെ കുസൃതികളും തുമ്പുകളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.